ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒന്നും അറിയില്ലാത്തവർക്ക് പോലും, സ്റ്റിച്ചിങ് അറിയില്ലാത്തവർക്കൊക്കെ എംബ്രോയ്ഡറി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ഒന്നും അറിയാതെ തന്നെ നമ്മുടെ സ്ലീവ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് നമ്മളിവിടെ പറയുന്നത്. സിമ്പിളിൽ നിന്ന് കുറച്ച് ടഫിലേക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ബോട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 1/2 മീറ്ററിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളെ. അപ്പോൾ ഒന്നും അറിയില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1/2 മീറ്ററോളം തുണിയാണല്ലോ നമ്മുടെ സ്ലീവ്സിന് വേണ്ടത്. അപ്പോൾ 3/4 ആണെങ്കിൽ, അപ്പോൾ ഞാനിവിടെ ഈ 1/2 മീറ്ററിൽ നിങ്ങൾ വേറൊന്നും അറിയാനില്ല. ഇപ്പോൾ നിങ്ങൾ പുറത്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയിൻ്റെ വണ്ണം, അതായത് എവിടെയാണോ നമ്മുടെ കൈയിൻ്റെ വണ്ണം ഉള്ളത് അതിൻ്റെ മെഷർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 10 അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നിങ്ങൾ കൊടുക്കുക. ആ തയ്യൽ തുമ്പിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്കോ അതിൻ്റെ ഒരു ഭാഗങ്ങളോ പോകാൻ പാടില്ല. ഇപ്പോൾ ബീഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സൂചി ഒടിഞ്ഞു പോകും. അതുപോലെ വർക്ക് വൃത്തിയില്ലാതെയാവും, അവിടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ ആവും. അപ്പോൾ അതിലോട്ട് കയറാതെ എന്നാൽ ആ പോർഷൻസ് മൊത്തം കവർ ചെയ്തുകൊണ്ട് നമ്മുടെ മെഷർ ചെയ്ത അത്രയും തന്നെ അതിൽ ഉണ്ടാവുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ എൻഡിലാണല്ലോ, അപ്പോൾ ഈ എൻഡിൽ കൊണ്ടുപോയി നമ്മൾ ചെയ്യരുത്. ഈ എൻഡിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് മടക്കി അടിക്കാനും അതുപോലെ ലൈനിങ് ഉണ്ടെങ്കിൽ പതിച്ചടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് 1 ഇഞ്ച് നിങ്ങൾ കയറ്റി ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 എൻഡിൽ, അതായത് ഈ ഒരു എൻഡ് ഇവിടെ ഒരു സ്ലീവ്, ഒന്ന് അപ്പുറത്തെ എൻഡിൽ, ഓപ്പോസിറ്റ് എൻഡിൽ, അങ്ങനെ 2 സ്ലീവ്സ് 2 എൻഡിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒരിക്കലും നടുക്കൊന്നും കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ടോപ്പ്, അതായത് ഞാൻ ഇതിനു മുമ്പ് ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മടക്ക് ഭാഗം, അതായത് നമ്മൾ 4ആയിട്ട് മടക്കി ആ മുകളിൽ നിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് വരാതെ നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്ലീവ്സിൻ്റെ എത്രയാണോ ഏകദേശം, ഇപ്പം നമ്മുടെ ആം ഹോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഒരു 11 10 എത്രയാണെന്ന് വെച്ചാൽ അത്രയും, എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അത്രയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് അവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഫ്രെയിമിലിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രെയിം സാധനങ്ങളെല്ലാം നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് സൈസിലുള്ളതും നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ സാധാരണ തറിയിലിട്ടാണ് വർക്ക് ചെയ്യാറ്. അപ്പോൾ ഞാൻ പുറത്ത് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. വർക്കെല്ലാം ഫാഷൻ ഡിസൈനറാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ തറിയിലിട്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഫ്രെയിമിലിട്ട് ചെയ്താണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ 1 ഇഞ്ച് കയറ്റി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രെയിമിലിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രെയിമിൽ ഇട്ടിട്ടുണ്ട്. തയ്യൽ തുമ്പുകൾ പ്രത്യേകം മാർക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിഡിൽ ആ ഒരു പോർഷനിൽ ഞാൻ ഇതുപോലെ വെറുതെ ഒരു ലൈൻസ് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അവിടെ കൃത്യമായിട്ടൊരു മെഷർമെൻറ്റിലല്ല ഞാൻ ചെയ്യുന്നത്, കയറി ഇറങ്ങി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അകലങ്ങൾ ഒരുപാട് അകലമില്ലാതെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി എപ്പോഴും. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു തിക്നെസ് തോന്നും വർക്കിന്. അതുപോലെ ചെയ്യുന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരാൾക്ക് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും കൂടുതൽ ചെയ്ത് വരുമ്പോൾ അത് ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനിവിടെ ഒരു ലൈൻസ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്, ഒരു സ്പ്രിങ് പോലെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുകയാണെന്നെങ്കിൽ അത്ര ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൈൻസ് ഇങ്ങനെ. അപ്പോൾ ഏകദേശം 1 ഇഞ്ചോളം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ.
റഫായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല തുണിയിൽ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളൊട്ടും പേടിക്കണ്ട. ഇതൊന്നും നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് തന്നെ ഇടാനാണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ടല്ലോ. പിന്നെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സ് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് എപ്പോഴും നമ്മുടെ ഡ്രസ്സിലിടാൻ വേണ്ടിയിട്ട്, ചെയ്ത് പഠിക്കാനല്ല, നമ്മുടെ ഡ്രസ്സിലിടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെ വാങ്ങിക്കുക. അതുപോലെ തന്നെ മുത്താണെങ്കിലും ഇപ്പം നമ്മൾ റൗണ്ട് ബീഡ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ 2 ബീഡ്സ് ആണെങ്കിലും, ബീഡ്സ് തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ വാങ്ങിക്കുക കേട്ടോ, കളർ പോവാത്തത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാ നമ്മുടെ തയ്ക്കുന്ന നൂല് തന്നെയാണ്. അതുപോലെ ഇതുപോലത്തെ ഒരു നീഡിൽ എപ്പോഴും മസ്റ്റായിട്ട് വേണം. സർദോഷി നീഡിൽ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഏറ്റവും കനം കുറഞ്ഞ നീഡിലാണ്. പിന്നെ ഇതുപോലുള്ളൊരു കത്രിക നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം. ചെറിയ കത്രിക നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ബൾക്കായിട്ടുള്ള ബീഡ്സാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നല്ല ഷൈനിങ് ഉള്ള ക്വാളിറ്റി ഉള്ള ബീഡ്സാണ് കേട്ടോ ഇത്. നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു ഷൈനിങ് എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ കളറ് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടതും വെറുതെ ആവും, നമ്മുടെ ഡ്രസ്സും മോശമാവും. അപ്പോൾ അതെന്തായാലും നോക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ ആരി വർക്ക്, ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിം ഞാനിവിടെ തല തിരിച്ചാണ് കേട്ടോ വച്ചേക്കുന്നത്. അതായത് നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഇതേപോലെ നേരെയാണല്ലോ വെക്കാറ്. പക്ഷേ ഇവിടെ നമ്മുടെ ബീഡ്സൊക്കെ ഇടാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ശരിക്കും ഇത് അത്ര ആപ്റ്റ് അല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ പലവരും ചെയ്യുന്ന കണ്ടേക്കണത് ഇങ്ങനെയാണ് സാധാരണ. ഞാൻ പക്ഷേ മറ്റേ പോലെ തന്നെയാണ് ചെയ്യാറ്. എനിക്കങ്ങനെ അത്ര എനിക്കങ്ങോട്ട് വഴങ്ങില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. എനിക്കെന്തോ ടൈറ്റ് ആവാത്ത ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലായാലും ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ബീഡ്സൊക്കെ ഒന്ന് തിങ്ങി നിൽക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നമ്മൾ സൂചി നൂലും കോർത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ബീഡ്സ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ നൂല് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കെട്ടിട്ട് കൊടുത്തിട്ട്, പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇതാവണില്ല. കാരണം ഇപ്പോൾ അങ്ങനെ ഫ്രെയിമിൽ ചെയ്യാത്തതും കൊണ്ടും ആവാം കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇത്രയും വലിയ ഫ്രെയിമൊന്നും വാങ്ങിക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഫ്രെയിമും അതിൻ്റെ മുകളിലത്തെ ഫ്രെയിമും ആണ് കേട്ടോ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. വേറെ അതിനും വലിയ ഫ്രെയിമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് ഞാൻ കുറേ സമയം ചെയ്ത് നോക്കിയിട്ട്, കുറേ സമയമല്ല, പല തവണ ഞാൻ ഇതുപോലെ തല തിരിച്ച് ചെയ്ത് നോക്കിയിട്ടും എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഇവിടെ ഒന്നും കൂടി കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ബീഡ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വീണ്ടും ഞാനിവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബീഡ് ഞാനിവിടെ കോർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് പിന്നെയും ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, എനിക്ക് എന്തോ നമ്മുടെ ഈ ഒരു ഫ്രെയിം അങ്ങോട്ട് ടൈറ്റ് ആവാതെ ഇങ്ങനെ നിൽക്കണ പോലെ വല്ലാത്തൊരു ഫീല് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത്ര കംഫർട്ടിലല്ല ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെയും ഇതുപോലെ ബീഡ്സ് ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കാണ്. നമുക്കിങ്ങനെ വഴുതി പോകുമ്പോലെയൊക്കെ തോന്നും കേട്ടോ പെട്ടെന്ന് ഇത്രയും വലിയ ഫ്രെയിമിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും ചെറുതല്ല, അതിൻ്റെ വലിയ ഫ്രെയിമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. പല സൈസിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബീഡ്സും ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓരോ ബീഡ്സും എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടല്ല ബാക്കിലേക്ക് നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് വീണ്ടും നമ്മൾ ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പല തവണയായിട്ട് ഇങ്ങനെ ലൂസായി പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ പഴയ പോലെ തന്നെ ഫ്രെയിം തന്നെ ഇട്ടാൽ മതി എന്ന് എനിക്ക് തോന്നി. നിങ്ങളൊന്ന് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് നോക്കിയിട്ട് ചെയ്യൂ കേട്ടോ. വീണ്ടും എനിക്കിവിടെ കണ്ടോ ലൂസായി പോകുന്നുണ്ട് എൻ്റെ ഫ്രെയിം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ.
ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു ബീഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ കെട്ടിട്ട് കൊടുത്തതിൻ്റെ ബാക്കിലേക്ക്, നേരെ ബാക്കിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നേരെ ഒന്ന് ബാക്കിൽ, ഓക്കെ. ഫ്രണ്ടിലേക്കല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, അപ്പോൾ ടൈറ്റ് ആവില്ല കേട്ടോ. നമ്മൾ ആരി വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്യുമ്പോൾ നല്ലോണം ടൈറ്റായിട്ട് നിൽക്കും. ആരി വർക്കിൻ്റെ വീഡിയോസൊക്കെ പതിയെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒന്ന് ബാക്കിലോട്ട് കുത്തിയിട്ട് നേരെ കുറച്ച് ഗ്യാപ്പ്, അടുത്ത ബീഡ് ഇടുമ്പോൾ അതിന് ബാക്കിലേക്ക് വരാനായിട്ടുള്ള ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ട്, അപ്പോൾ നമ്മൾ ഈ ലൈൻസ് മൊത്തം ഇതുപോലെ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ തുമ്പത്തെത്തുമ്പോൾ അടിയിലേക്ക് നമ്മുടെ സൂചി വലിച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫ്രെയിമിൽ ചെയ്യുമ്പോൾ അത്ര കംഫർട്ട് ആവണില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ചെറിയ ഫ്രെയിം യൂസ് ചെയ്യുക. നമ്മൾ സാധാ പോലെ തന്നെ കുത്തിയെടുത്താൽ മതി. മീൻസ് നമ്മൾ സാധാ ഫ്രെയിം വെക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ക്ഷമ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആ ലൈൻ നോക്കിയിട്ട് കുത്തിയെടുക്കുക. പിന്നെ ഇപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എപ്പോഴും ആരി വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആരി നീഡിലിൽ കുത്തിയെടുക്കുന്ന അതാകുമ്പോൾ വളരെ വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടിട്ട് തന്നെ എത്രത്തോളം പെർഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം പെർഫെക്ഷൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.